അപ്പോസ്തലപ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോയി. അവിടെ നമ്മെപ്പോലെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരുവനുണ്ടായിരുന്നു. ജന്മനാ മുടന്തന. ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? ചില പ്രശ്നങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ? വീണുപോവുമല്ലേ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ലല്ലോ. പക്ഷെ ജന്മന അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ സ്വഭാവത്താലെ അങ്ങനെയാണല്ലോ. ചെറുതും വലുതുമായ പ്രശ്നങ്ങളുടെ നടുവിൽ വീണുപോകുന്നവരല്ലേ നമ്മൾ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ, ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും വീണുപോകുന്നവരല്ലേ നമ്മൾ. ഇതാ പത്രോസും യോഹന്നാനും സുന്ദര കവാടത്തിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു ജന്മന മുടന്തനായവൻ കിടക്കുന്നുണ്ടായിരുന്നു. പത്രോസിനെ യോഹന്നാനെ കണ്ടു കഴിഞ്ഞപ്പോ സാധാരണ അവൻ ചെയ്തുകൊണ്ടിരുന്നത്, ആരൊക്കെ തന്റെ കൺമുമ്പിലൂടെ പോയാലും കൈനീട്ടും. നമ്മളൊക്കെ എത്രയോ വട്ടം ആരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടിയിട്ടുള്ളവരാ. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു സഹായത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ഒരു സാന്ത്വനത്തിന് വേണ്ടി, ഒരു തലോടലിന് വേണ്ടി ഒക്കെ നമ്മളും ഇന്നലകളിൽ പലരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടില്ലേ? ഭിക്ഷ പോലെ, ഭിക്ഷയാചിക്കുന്നവനെ പോലെ യാചിച്ച് നിന്നിട്ടില്ലേ? കെഞ്ചിയിട്ടില്ലേ? ഒരല്പം സ്നേഹത്തിന് വേണ്ടിയിട്ട്, ഒരൊറ്റ സമാധാനത്തിന് വേണ്ടി യാചിച്ചിട്ടില്ലേ? രക്ഷപ്പെടാൻ മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടിയാ പോരാ. രക്ഷിക്കപ്പെടാൻ നമുക്കായി രക്ഷ നേടിത്തന്നവന്റെ മുമ്പിലേക്കാ കൈനീട്ടേണ്ടത്. ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം അനുഭവിക്കുവാൻ നമ്മൾ കർത്താവിങ്കിലേക്കാ കൈനീട്ടേണ്ടത്. ഇപ്പൊ പത്രോസ് യോഹന്നാനും അവന്റെ മുമ്പിലൂടെ കടന്നു പോവുകയാണ്. പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോ അവന് തോന്നി, ഇപ്പൊ കൈനീട്ട് എന്തെങ്കിലും കിട്ടുമെന്ന്. അതുകൊണ്ട് അവൻ കൈനീട്ടി. എന്നിട്ട് ഭിക്ഷയാചിച്ചു. രക്ഷേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന പലരുടെയും ജീവിതം ഇതുപോലെ നിസ്സഹായ അവസ്ഥയിലായിരിക്കും. ഒന്നും ഇനി ചെയ്യാൻ പറ്റുന്നില്ല. സ്വന്തം ഇങ്ങനെ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ഇനി ഒന്നും ചെയ്യാനില്ലാത്ത നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ലേ? എത്രയോ ദാമ്പത്യങ്ങള്, എത്രയോ കുടുംബ ബന്ധങ്ങളൊക്കെ ഇതുപോലെ ചില നിസ്സഹായ അവസ്ഥയിൽ ഇപ്പോൾ നിൽപ്പുണ്ട്. ചില തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളുടെ നടുവിൽ നിസ്സഹായ അവസ്ഥയോടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളില്ലേ? ചില ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവില്, ചില നഷ്ടങ്ങളുടെ നടുവിലൊക്കെ നിസ്സഹായാവസ്ഥയോടെ നിൽക്കുന്നവരില്ലേ? ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് ഭവനം നഷ്ടപ്പെട്ടവര്, വേണ്ടപ്പെട്ടവര് വേർപെട്ടു പോയതിന്റെ വേദനയും നിസ്സഹായ അവസ്ഥയും പേറി നിൽക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്ന് പറയുന്ന പോലെ നിസ്സഹായ അവസ്ഥയിലാ ഈ ജന്മനാ മുടന്തനായവൻ നിൽക്കുന്നേ. കൈനീട്ടിട്ട് പറഞ്ഞു, വല്ലതും തരാൻ, എന്നെ ഒന്ന് സഹായിക്കാൻ, എന്നെ ഒന്ന് കൈപിടിക്കാൻ, എന്നെ ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഇങ്ങനെ നല്ല അനുഭവത്തിലേക്ക് ഒന്ന് കൈപിടിച്ചു ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, പറഞ്ഞിട്ടുണ്ടാകാം, യാചിച്ചിട്ടുണ്ടാകാം. പത്രോസും യോഹന്നാനും അവന്റെ മുമ്പിൽ നിന്നു. തങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്നവനെ കണ്ടപ്പോ അവര് നിന്നു. അവർക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല. നീ പ്രതീക്ഷിക്കുന്നതൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്. ആ നാമം ഇതാ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് ചെയ്തെന്നാന്നറിയോ? നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അവന്റെ വലത് കൈക്ക് പിടിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. ഒരു നാമം ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ഒന്നും ഞങ്ങൾക്ക് ബലമായിട്ടില്ല, വേറെ ഒന്നും ഞങ്ങൾക്ക് കരുത്തായിട്ടില്ല, വേറെ ഒന്നും ഞങ്ങൾക്ക് തരാനുമില്ല. ഞങ്ങൾക്ക് തരാനുള്ള ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശുവെന്ന നാമം. ഈ ആലയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തരാനുള്ളത് ഒന്നേ ഉള്ളൂ, യേശുവെന്ന നാമം. ലോകത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം. ആ നാമേ നമുക്ക് ഇവിടുന്ന് തരാനുള്ളൂ. പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നീ എക്സ്പെക്ട് ചെയ്തൊന്നും തരാനില്ല. നീ ഞങ്ങളിൽ നിന്നും പലതും ആഗ്രഹിച്ചിട്ടായിരിക്കും കൈ നീട്ടിയത്. അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല തരാൻ. മറിച്ച് ഞങ്ങളുടെ കയ്യിൽ ഒരു നാമമുണ്ട്, യേശുവെന്ന നാമം.
ആ നാമത്തിൽ ഞാനിതാ നിന്നോട് പറയുന്നു, മോനെ നീ എഴുന്നേൽക്ക്. നീ കിടക്കേണ്ടവനല്ല, നീ തളർന്നു കിടക്കേണ്ടവനല്ല, നീ മുടന്തനായി ജീവിക്കേണ്ടവനല്ല, ജീവിതത്തിന്റെ അന്ത്യത്തോളം ഇങ്ങനെ കടന്നു പോകേണ്ടവനല്ല. നീ എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ് മോളെ, നീ എഴുന്നേറ്റ് നിൽക്കേണ്ടവളാണ്. നീ കടന്നു പോകുന്ന ഇന്നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടവളാണ്, എഴുന്നേറ്റ് നിൽക്കേണ്ടവനാണ്. അതിന് ഇതാ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഇതാ അതേ കർത്താവിന്റെ നാമം, ഇതാ അതേ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മോളെ നീ എഴുന്നേക്ക്, മോനെ നീ എഴുന്നേൽക്ക്. ഈ തകർച്ചയിൽ നിന്ന് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ, ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. നിന്റെ ഈ ജീവിതത്തിന്റെ ദുഃഖ ദുരിതത്തിൽ നിന്നും മോനെ നിന്നെ ഞാനിപ്പോ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ. പിടിക്ക എന്റെ കൈ, നീ എന്റെ പക്ഷത്ത് നിൽക്ക്, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് ഇപ്പോൾ എഴുന്നേൽപ്പിക്കും. ഈ പ്രയാസത്തിൽ നിന്നും, ഈ സങ്കടത്തിൽ നിന്നും, ഈ നിരാശയിൽ നിന്നും, ഈ ആത്മഭാരം നൽകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നിന്നെ ഞാൻ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോവാ. വിശ്വസിക്കും മക്കളെ, തമ്പുരാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്, കർത്താവ് നിന്റെ വലത് കരം പിടിച്ചിട്ടുണ്ടെന്ന്. തമ്പുരാൻ നിന്റെ വലത് കരം പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക, ബിലീവ്. തമ്പുരാനാ നിന്റെ കൈ പിടിച്ചിരിക്കുന്നത്. ആ കർത്താവ് പറഞ്ഞ നീ എഴുന്നേക്കാൻ. നിരാശയിൽ കിടക്കേണ്ടവളല്ല നീ, കുറ്റബോധത്തിൽ കിടക്കേണ്ടവനല്ല നീ, സ്വയം ശപിക്കുന്ന ജീവിതത്തിന്റെ അനുഭവം പേറേണ്ടവനല്ല, നെഗറ്റീവ് ചിന്തയിൽ കിടക്കേണ്ടവളല്ല നീ, ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കേണ്ടവരല്ല നിങ്ങൾ. കാരണം ഇതാ കർത്താവ് പറയുന്നു, എഴുന്നേൽക്ക്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്. എഴുന്നേറ്റ് നടക്കുക, ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ എഴുന്നേറ്റ് നിൽക്കുക. പ്രശ്നങ്ങളുടെ മുമ്പിൽ ചങ്കു വിരിച്ചെഴുന്നേറ്റ് നിൽക്കുക. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും രോഗങ്ങളുടെയും തകർച്ചകളുടെയും ബാധ്യതകളുടെയും ഒക്കെ നടുവിൽ ചങ്കുറ്റത്തോടെ ചങ്കു വിരിച്ച് എഴുന്നേറ്റ് നിൽക്കാനാ കർത്താവ് പറയുന്നത്. ഇത് കർത്താവിന്റെ സ്വരം, ഇത് അവന്റെ നാമത്തിന്റെ ശക്തിയാണ്. ഓ കർത്താവേ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഈ കൂട്ടായ്മയോട് ചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ നിന്റെ വലത് കരം ഇപ്പോൾ നീട്ടണമേ. മനസ്സ് തളർന്നിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ, ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത ജീവിതം പേറുന്നവരുണ്ടെങ്കിൽ, വർഷങ്ങളായി കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളുടെ, തകർച്ചയുടെ, നഷ്ടങ്ങളുടെ, തടസ്സങ്ങളുടെ ഒക്കെ ജീവിതാനുഭവം പേറുന്നവരുണ്ടെങ്കിൽ, മാറാ രോഗങ്ങൾക്ക് അടിമകളായി തീർന്നവരുണ്ടെങ്കിൽ, മരണം മുന്നിൽ കണ്ടു കഴിയുന്ന മക്കളുണ്ടെങ്കിൽ, കർത്താവ് ഇത് നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളുടെ അനന്തമായ യോഗ്യതയോട് ചേർന്ന്, ലോകമെമ്പാടും ഇപ്പോൾ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് ഈ മക്കളെ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഇപ്പോൾ മുദ്ര ചെയ്യുന്നു, നിന്റെ തിരുരക്തം കൊണ്ട് ഇവരെ കഴുകുന്നു. കർത്താവെ, തളർന്നുപോയ കൈകാൽ മുട്ടുകൾ ഫലം പ്രാപിക്കട്ടെ, തളർന്നുപോയ മനസ്സുകൾ ശക്തി പ്രാപിക്കട്ടെ, തകർന്നുപോയ ആത്മീയ ജീവിതം കരുത്താർജിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച ദൈവനാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ നിമിഷം ഈ മക്കളിൽ സംഭവിക്കട്ടെ. അത്ഭുതകരമായ വിടുതലുകള്, സൗഖ്യങ്ങള് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ നിമിഷം യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഓ ദൈവമേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഓ നിന്റെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ കാരുണ്യത്തിനും നിന്റെ സ്നേഹത്തിനും നിന്റെ കരുതലിനൊക്കെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങളെ കരം പിടിച്ചുയർത്തിയതിന് നന്ദി പറയുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നും, ഈ പ്രതിസന്ധികളിൽ നിന്നും, ഈ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കൈപിടിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യത്തോടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു.